അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 3.5 വയസ്സുകാരൻ കൂടി രോഗമുക്തി നേടിയതോടെ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം വീണ്ടും ലോകത്തിനു മുന്നിൽ അഭിമാനമായി മാറുന്നു. ലോകത്ത് ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരിൽ 11 പേർ മാത്രമേ ഇതുവരെ രോഗമുക്തി നേടിയിട്ടുള്ളൂ. അതേസമയം കേരളത്തിൽ കൃത്യമായ ഏകോപന സംവിധാനത്തിൽ പ്രവർത്തിച്ച ആരോഗ്യ സംവിധാനം രോഗം ബാധിച്ച 3 പേരെയാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. 26 ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രം വരുന്ന അത്യപൂർവ രോഗമെന്നാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗത്തെ വിശേഷിപ്പിക്കുന്നത്. രോഗം ബാധിച്ചാൽ 97% മരണസാധ്യതയുള്ള രോഗം. ലോകത്തെ വിറപ്പിച്ച ഈ അത്യപൂർവ രോഗത്തെയും കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് ആരോഗ്യ കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശി 3 വയസ്സുകാരൻ റബീഹ പൂർണ്ണ ആരോഗ്യവാനായി കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത്. ജൂലൈ 22-ന് രോഗമുക്തി നേടിയ അഫ്നാൻ ജാസിമാണ് ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗത്തെ അതിജീവിച്ചത്. തൊട്ടു പിന്നാലെ ഓഗസ്റ്റ് 7-ന് രണ്ടാമത്തെ കുട്ടി റിയാനും രോഗമുക്തി നേടി. ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് വിദഗ്ധ ഡോക്ടർമാരെയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകളും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് 98% മോർട്ടാലിറ്റി മരണനിരക്കുള്ള ഒരു രോഗമാണ്. നമ്മൾ ലോകത്ത് തന്നെ ഡാറ്റ പരിശോധിക്കുമ്പോൾ CDCയുടെ ഡാറ്റ പ്രകാരം കൺഫേംഡ് അമീബിക് മെനിഞ്ചൈറ്റിസ്, അതായത് PCR നഗ്ലീരിയ ഫോളറി പോസിറ്റീവായ അമീബിക് മെനിഞ്ചൈറ്റിസിൽ ലോകത്ത് ഇതിനു മുമ്പ് 8 സർവൈവേഴ്സ് മാത്രമാണ്. ഈ റിക്കവറിക്ക് സഹായകമായത് നമ്മുടെ ഈ കുട്ടിയിലെ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻ്റ് ആണ്. രണ്ടാമത് നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ കൃത്യമായ ഇടപെടലും, ആരോഗ്യവകുപ്പ് നമ്മൾക്ക് ജർമ്മൻ മരുന്നായ മിൽട്ടിഫോസിൻ എന്ന മരുന്ന് 3-ാമത്തെ ദിവസം തന്നെ എത്തിച്ചു. അതും ഈ കുട്ടിക്ക് നൽകുകയുണ്ടായി. ഈ 2 ഘടകങ്ങളുമാണ് ഈ കുട്ടിയുടെ റിക്കവറിൽ ഏറ്റവും സഹായകമായിട്ടുള്ളത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ശക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയുമായി ചേർന്ന് പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗം സ്ഥിരീകരിക്കാനുള്ള മോളിക്യുലർ പരിശോധനാ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ രാജ്യത്ത് ആദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വര രോഗപ്രതിരോധത്തിനായി സമഗ്ര മാർഗരേഖയും പുറത്തിറക്കിയിരുന്നു. 1 മാസത്തിലധികം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് രോഗികൾ സുഖം പ്രാപിച്ചത്. ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്കെല്ലാം സൗജന്യ ചികിത്സയും സർക്കാർ ഉറപ്പുവരുത്തി. ഇவ்விதമാണ് അപൂർവ രോഗത്തെ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല കീഴ്പ്പെടുത്തിയത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.